ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാറിന്റെ വണ്ടി ഇന്നും പണിയാണല്ലേ? ഇതൊന്ന് മാറ്റണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചു നാളായി, പക്ഷെ കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. ഈ വണ്ടി വന്നതിൽ പിന്നെ എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എങ്കിൽ പിന്നെ ഇത് കൊടുക്കാതെ പുതിയ ഒന്നും വാങ്ങിക്കൂടെ? നോക്കാം. സാർ കയറണം. സച്ചിയുടെ ഭാര്യയും കുഞ്ഞിനെ കാണാതായിട്ട് ഇപ്പൊ എത്ര നാളായി കാണും? വർഷങ്ങള് ഒരുപാടായി സാർ. പലതവണ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇതുവരെ അവരെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ലേ? ഇല്ല സാർ, എല്ലായിടത്തും ഞാൻ ഇപ്പോഴും അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ ടാക്സിക്കാരന്റെ വേഷം കെട്ടിയത് തന്നെ അതിനു വേണ്ടിയിട്ടാ. ജീവിതം പലപ്പോഴും കാത്തിരിപ്പിന്റെ പരീക്ഷയാണെന്ന് തോന്നാറുണ്ട്. എന്റെ മുന്നിൽ വരുന്ന ചില പേഷ്യൻസ് പറയാറുണ്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന്. എന്നെ പോലെ ഒറ്റപ്പെട്ടു പോവാന്ന് പറഞ്ഞ അത് മരിച്ചു പോകുന്നതിന് തുല്യമാണ് സാർ. എന്റെ ഓർമ്മയില് എപ്പോഴും അവര് മാത്രമേ ഉള്ളൂ. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അവരെ കണ്ടെത്തും. അർച്ചനയും മോളും ഇപ്പൊ എന്റെ കൂടെയില്ല, പക്ഷേ ഇപ്പോഴും അവരെന്റെ മനസ്സിന്റെ ഒരു ഭാഗം തന്നെയാ. എന്റെ കുഞ്ഞിന്റെ കരച്ചില് ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. എന്റെ മനസ്സിന്റെ ഓരോ കോണിലും സച്ചേട്ടാന്നുള്ള അർച്ചനയുടെ ആ വിളി വെച്ച മുഴങ്ങി കേൾക്കാം.
എന്തു പറ്റിയതാ? വഴിയിലെവിടെയോ അയാള് ബോധം കെട്ട് കിടന്നതാ. ഇയാളാ കൊണ്ടുവന്നത്. നിങ്ങളാണോ കൊണ്ടുവന്നത്? ആ അതെ. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാമോ? എങ്ങോട്ടും പോയി കളയരുത്, ഞാൻ വിളിക്കാം. ശരി. അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ആരാന്ന് എന്തെങ്കിലും അറിഞ്ഞോ? ഇല്ല. ആ കൂടെ വന്ന ആളെ കാണുന്നില്ലല്ലോ. അയാൾ എവിടെ പോയി? കാണുന്നില്ലല്ലോ. അയാളോട് ചോദിച്ചാൽ അറിയായിരിക്കൂലേ ഇതാരാണെന്ന്. ആളെ കണ്ടു കിട്ടിയിട്ട് വേണ്ടേ ചോദിക്കാൻ. അയാൾ സ്ഥലം വിടാൻ തോന്നുന്നു. അല്ല, തന്റെ തലവേദന എങ്ങനെയുണ്ട്? ചെറുതായിട്ടുണ്ട്. അയ്യോ, നമുക്കെന്നാ ഡോക്ടറെ കാണാൻ പോയാലോ? പോവാം. ആദ്യം അദ്ദേഹത്തിനൊന്ന് ബോധം വരട്ടെ. അതുവരെ എന്തായാലും നമുക്കിവിടെ ഇരിക്കാം. ഡോക്ടർ പേഷ്യന്റ് നിങ്ങളുടെ ബന്ധുവാണോ? അല്ല, വരുന്ന വഴിക്ക് റോഡില് ബോധം കെട്ട് വീണ് കിടന്നിരുന്നതാ. പിന്നെ ആരൊക്കെയോ കൈ കാണിച്ചു, ഞങ്ങൾ വണ്ടി നിർത്തി. ആരൊക്കെയോ ചേർന്ന് വണ്ടിയിലേക്ക് കയറ്റായിരുന്നു. പക്ഷേ കൂടെ വന്ന ആളെ ഇപ്പൊ കാണുന്നുമില്ല. ഓ, അത് ശരി. സോറി, ഞങ്ങൾക്കൊന്ന് ഡോക്ടർ ഹർഷനെ കാണണമായിരുന്നു. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ളതാ. ഓ, ഞാൻ അഡ്വക്കേറ്റ് ഗോകുൽരാജ്. ഇതെന്റെ വൈഫ് സമൃദ്ധ. ഓക്കെ, നൈസ് ടു മീറ്റ് യു. താങ്ക് യു. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പോയി ഡോക്ടറെ കണ്ടോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓ, താങ്ക് യു ഡോക്ടർ. ശരി.